മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താരകങ്ങൾ സാക്ഷിയാക്കി കാവൽ മലാഖമാരുടെയും പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പിന്റെയും മകനായി ഉണ്ണി ഈശോ ഭൂമിയിൽ വന്നു പിറന്ന പുണ്യദിനം. മാലോകർക്ക് രക്ഷകനായി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആശംസിച്ച് പൊൻതൊഴുത്തിൽ ഭൂജാതനായ ഉണ്ണി യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള മംഗളവാർത്തയുമായി ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ മറിയത്തെ സമീപിച്ചപ്പോൾ പ്രത്യുത്തരമായി മറിയം നൽകിയത് എളിമയുടെയും അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും തിരുവചനമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. അതെ, മനുഷ്യ സഹജമായ ആശങ്കയും അതിലേറെ ഉത്കണ്ഠയും ഏറ്റുവാങ്ങിയ സംഘർഷഭരിതമായ മറിയത്തിന്റെ മനസ്സിനെ സ്വസ്ഥമാക്കാനായി ഗബ്രിയേൽ ദൈവദൂതൻ ആശ്വാസ വചനങ്ങളുടെ പൂർണ്ണത തന്നെ ചൊരിയുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ദർശിക്കുന്നത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന ഒറ്റ വചസ്സുകളിലൂടെ ദൈവപുത്രന് ജന്മം നൽകിയവളാണ് പരിശുദ്ധ അമ്മ. ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ ലോകത്തിനു തന്നെ പരിശുദ്ധ അമ്മ സമ്മാനിച്ച പ്രത്യാശയുടെ ദിനം ക്രിസ്തുമസ് ദിനം വരവായിരിക്കുകയാണ്. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ തകർച്ചയുടെ നീർച്ചുഴികൾ ഉണ്ടായേക്കാം. പക്ഷേ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം. പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും മാത്രം കണ്ടെത്തി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള ആ രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റ് പറഞ്ഞ ഉണ്ണി യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നമുക്ക് വരവേൽക്കാം. പ്രശസ്ത അമേരിക്കൻ സാഹിത്യകാരി എഡ്ന ഫെർബർ ക്രിസ്മസിനെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുമസ് വെറും ആഘോഷമല്ല, അതൊരു അനുഭൂതിയാണ് എന്ന്. അതെ, ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ ക്രിസ്തുമസ് ദിനത്തിലൂടെ നാം വരവേൽക്കുകയാണ്. പരിശുദ്ധ മറിയം ഉണ്ണി യേശുവിനെ തന്റെ ശരീരത്തിലും ഹൃദയത്തിലും ഏറ്റുവാങ്ങിയതുപോലെ നമുക്കും മർത്യപാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന ഉണ്ണി യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഏറ്റുവാങ്ങാം. നോമ്പ് നോറ്റും പ്രാചിത പ്രവർത്തനങ്ങളിലൂടെയും സഹോദരങ്ങളിൽ ഉണ്ണി യേശുവിനെ ദർശിച്ചും നമുക്ക് മുന്നേറാം. പ്രത്യാശയുടെ ദിനം ക്രിസ്തുമസ് ദിനം ഏവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.